നാറ്റോ അംഗരാജ്യങ്ങൾക്കെതിരെ താരിഫ് ഭീഷണി ഉയർത്തുന്നത് ട്രംപിനോട് എതിർപ്പറിയിച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ. ഗ്രീൻലാൻഡ് വിഷയത്തിൽ ഡൊണാൾഡ് ട്രംപുമായി ഫോണിൽ സംസാരിച്ച വേളയിലാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നിലപാട് വ്യക്തമാക്കിയത്. ഗ്രീൻലാൻഡിനെ പിന്തുണയ്ക്കുന്ന ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള 8ഓളം രാജ്യങ്ങൾക്ക് 10% അധിക താരിഫ് ചുമത്തുമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പിന് പിന്നാലെയാണ് ഫോൺ സംഭാഷണ വിവരങ്ങൾ പുറത്ത് വരുന്നത്. ഐസൻ തുടരുന്നുണ്ട്. ഐസൻ, എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ ഈ ഫോൺ സംഭാഷണത്തെ ചേർത്ത് വായിക്കേണ്ടത്? ഈ ഫോൺ സംഭാഷണത്തെ വായിക്കേണ്ടത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കെയർ സ്റ്റാമറുടെ ഇടപെടലിൻ്റെ ഒരു നിശ്ചയദാർഢ്യമാണ്. ആ നിശ്ചയദാർഢ്യത്തിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ റീഡ് ഔട്ടിൽ, അതായത് അന്താരാഷ്ട്ര നേതാക്കൾ തമ്മിൽ നേരിട്ടോ അല്ലാതെയോ സംസാരിച്ചതിന് ശേഷമുണ്ടാകുന്ന മാധ്യമങ്ങൾക്കും അതുപോലെ തന്നെ പൊതുവെ ജനങ്ങൾക്കും, അതായത് ഈ ഭരണകൂടത്തിൻ്റെ സംവിധാനമല്ലാത്ത വിഭാഗങ്ങളോട് കൃത്യമായി അറിയിക്കുന്ന ഒരു സംവിധാനമാണ് റീഡ് ഔട്ട് പബ്ലിക്കേഷൻസ്. അത്തരത്തിൽ അത് മുഴുവൻ വായിക്കാൻ, ഇത്തരത്തിൽ സംഭാഷണം മുഴുവൻ നമുക്ക് ഇത്തരത്തിൽ വായിച്ചെടുക്കാമെന്ന് കൃത്യമായും പറയാവുന്ന ഒരു സംവിധാനമാണ്. ഇതാണ് സാധാരണഗതിയിൽ പുറത്തു വരിക. ആ റീഡ് ഔട്ടിലെ അവസാന വാചകമാണ് ഏറ്റവും നിർണായകമായത്. ലോകരാഷ്ട്രങ്ങളുടെ ഒരു ശബ്ദമാണത് എന്ന കാര്യത്തിലും തർക്കമില്ല. നമുക്കറിയാവുന്നതാണ്, അധിക താരിഫ് ചുമത്തി പല രീതിയിലുള്ള ഭീഷണിയിലേക്ക് ആ താരിഫ് സിസ്റ്റത്തെ അമേരിക്ക കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ ട്രംപ് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് നാറ്റോ രാജ്യങ്ങളുടെ സഖ്യം, അതായത് നമുക്കറിയാം നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്ന നാറ്റോ അംഗരാജ്യങ്ങളുടെ ഭാഗമായ രാജ്യങ്ങൾ ആ നാറ്റോ എന്ന് പറയുന്ന ആശയത്തോട് ചേർന്ന് നിൽക്കുകയും അത് സംബന്ധിച്ച ആ ആശയത്തോട് ഒപ്പം നിൽക്കുകയും അതിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാവുകയും ചെയ്യും. അതിനെ താരിഫിൻ്റെ ഭീഷണി കൊണ്ട് നേരിടുന്നത് തെറ്റ്, റോങ് എന്ന വാക്ക് തന്നെ കൃത്യമായി അദ്ദേഹം ഉപയോഗിച്ചു എന്നതാണ് ഗൗരവമേറിയൊരു വിഷയം. നമുക്കറിയാവുന്നതാണ്, ഫെബ്രുവരി 1 മുതൽ ഈ ഗ്രീൻലാൻഡ് ഏറ്റെടുക്കുന്നതിനുള്ള ഇടപെടലിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഈ ഫ്രാൻസ് ഉൾപ്പെടെയുള്ള 8 രാജ്യങ്ങൾ, ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള 8 രാജ്യങ്ങൾ നടത്തുകയാണെങ്കിൽ അവർക്ക് ഈ ഫെബ്രുവരി 1 മുതൽ അധിക താരിഫ് ചുമത്തും, 10% താരിഫ് ചുമത്തും. പിന്നീട് അത് ജൂൺ 1 വരെ തീരുമാനമായില്ലെങ്കിൽ 25% ഉയർത്തുമെന്ന നിലപാടൊക്കെ കൃത്യമായി ട്രംപ് അറിയിക്കുകയും ചെയ്തിരുന്നു. ഈ അറിയിപ്പിനാണ്, അതായത് ഫെബ്രുവരി 1 മുമ്പ് തന്നെ കൃത്യമായ മറുപടി നൽകിയിരിക്കുന്നു. ഇത് തയ്യാറല്ല, ഇത് തെറ്റാണ് എന്ന് കൃത്യമായും ബ്രിട്ടൻ പറഞ്ഞിരിക്കുന്നു. അതുതന്നെയായിരിക്കാം സ്വാഭാവികമായും നാറ്റോയുടെ അംഗരാജ്യങ്ങളുടെ നിലപാടായി വരിക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ അധിക താരിഫ് ചുമത്താൻ ശ്രമിച്ച രാജ്യങ്ങളുടെയും നിലപാടായി വരിക. ഗ്രീൻലാൻഡ് ഏറ്റെടുക്കാനുള്ള നീക്കം, തങ്ങളുടെ സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതി, അത് തന്നെ ആ വാക്ക് തന്നെ പ്രയോഗിക്കേണ്ടി വരും, അമേരിക്കയുടെ വിസ്തൃതി വർദ്ധിപ്പിക്കാനുള്ളൊരു നീക്കത്തിൻ്റെ ഭാഗമായി നടത്തുന്ന ഇടപെടലുകൾ അംഗീകരിക്കാനാവില്ലെന്ന് സെനറ്റ് തന്നെ പറഞ്ഞ ഒരു സാഹചര്യം, സെനറ്റിൽ പോലും ഒരു പ്രമേയം പാസ്സായ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ആ സാഹചര്യത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ നടത്തുന്നത്. ഇതിനെ അതിശക്തമായി എതിർക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, നാറ്റോ അധ്യക്ഷനും അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ അധ്യക്ഷയുമായും കൂടിക്കാഴ്ച നടത്തിയതിന്, ഫോണിൽ സംസാരിച്ചതിന് ശേഷമാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ട്രംപുമായി ഫോണിൽ സംസാരിച്ചത് എന്ന് കൃത്യമായും ആ റീഡ് ഔട്ടിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള നിലപാടുകളെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൃത്യമായൊരു നിലപാടാണ് ബ്രിട്ടൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അധിക താരിഫ് ചുമത്തുന്ന നീക്കങ്ങൾ കൊണ്ട് മറ്റ് രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ഇടപാട് അംഗീകരിക്കാനാവില്ല എന്ന കൃത്യമായ നിലപാടിനോട് ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ, പ്രത്യേകിച്ച് റഷ്യ, ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളെല്ലാം തന്നെ കൂടെ നിൽക്കുമെന്ന് തന്നെയാണ് ബ്രിട്ടൻ പ്രതീക്ഷിക്കുന്നത്. അതുതന്നെയാണ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചില്ലെങ്കിലും സംഭവിക്കാൻ പോകുന്നത് എന്നതും യാഥാർത്ഥ്യമാണ്. ശരി, നാറ്റോ അംഗരാജ്യങ്ങൾക്കെതിരെ താരിഫ് ഭീഷണി ഉയർത്തുന്നത് ട്രംപിനോട് എതിർപ്പറിയിച്ചിരിക്കുകയാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ഐസൻ ജോസ് ആണ്.